അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നലെ നമ്മൾ സ്വപ്നങ്ങളെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട പലരും എന്നോട് ചോദിച്ചു, പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നിർവചനം? പലരും കാണുന്ന ഒരു സ്വപ്നമാണ് പാമ്പുകളെ, തന്നെ പാമ്പ് കടിക്കാൻ വരുന്നതും തന്റെ പിന്നാലെ പാമ്പ് കൂടുന്നതും തന്നെ ഉപദ്രവിക്കുന്നതും താൻ പാമ്പിനെ അടിച്ചു കൊല്ലുന്നതും. ഇങ്ങനെ പാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ പലരും കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചത്, പാമ്പുകളെ സംബന്ധിച്ച്, അതായത് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന്. അത് വെച്ചുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഒരു ചെറിയ മറുപടി നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയത്. പാമ്പ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒരു ശത്രുതയെ തെളിയിക്കുന്ന ഒന്നാണ്. ഒരു ശത്രു ഉണ്ട് എന്നുള്ളതാണ് അതിന് ചുരുക്കത്തിലുള്ള അതിന്റെ തഅബീർ, അതിന്റെ വ്യാഖ്യാനം ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാമ്പിനെ കാണുമ്പോൾ പാമ്പിനെ കണ്ടവന്റെ സാഹചര്യം, സ്വപ്നത്തിൽ കാണുമ്പോൾ അവന്റെ ആ സാഹചര്യം, അവന്റെ മാനസികാവസ്ഥ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അതിന് അർത്ഥം പറയാം. നമ്മളെ വീട്ടിലൊരു പാമ്പിനെ കാണുകയാണ്, വീടിന്റെ ഉള്ളില് മുറിയില് ഒരു പാമ്പ്, ആ പാമ്പിനെ വീടിന്റെ മുറിയിൽ വെച്ചുകൊണ്ട് കാണുക, അങ്ങനെ കണ്ടു. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ വ്യാജന്മാരായിക്കൊണ്ട് നമുക്ക് എന്തൊക്കെയോ ശത്രുക്കൾ ഉണ്ട് എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് അതിന്റെ വ്യാഖ്യാതാക്കൾ പോകുന്നത്. ഞാൻ അതിന്റെ ഗ്രന്ഥങ്ങളിൽ കണ്ടത് അത്തരത്തിലുള്ള അർത്ഥങ്ങളാണ്. പിന്നെ പാമ്പ് എന്ന് പറയുന്നത് പൊതുവെ പാമ്പിന്റെ ഒരു സാധാരണയിൽ ഒരു ശത്രുതയുള്ള ജീവി പോലെയും അതുപോലെ ഒരു ഒരു മന്ദബുദ്ധി ഉള്ളതിനെയുമാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശത്രുതയിലേക്കാണ് ആ സ്വപ്നത്തിന്റെ ഒക്കെ വ്യാഖ്യാനം പോകുന്നത്. ഇനി ആ പാമ്പിനെ നമ്മൾ കണ്ടിട്ട് നമ്മൾ ആ പാമ്പിനെ അടിച്ചു കൊന്നു എന്നതാണ് കണ്ടത് എന്ന് കരുതിയാൽ നമ്മൾ ആ ശത്രുവിനെ നിഷ്കാസനം ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ആ പാമ്പിനെ അടിച്ചു കൊല്ലും എന്നത് നമ്മൾ ആ ശത്രുവിനെ നമ്മൾ അകറ്റി നിർത്തും, അതിനെ ഒഴിവാക്കും എന്നുള്ളതാണ്. അല്ല, പാമ്പ് നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മെ ശത്രു ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണെന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ അതിന്റെ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ അവരുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്, മാനസിക നില പരിഗണിക്കേണ്ടതുണ്ട്. ഒരാളെ കുറിച്ച് ഇങ്ങനെ ശത്രുതയിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. എന്നിരുന്നാലും ഇത്രയും കാര്യങ്ങളാണ്, എന്തായാലും ശത്രുവുണ്ട് എന്നാണ് ഈ സ്വപ്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ന് സ്വപ്നത്തിന്റെ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതാണ് അതിന്റെ അർത്ഥമെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ശത്രുക്കളിൽ നിന്ന് നമ്മെ കാവൽ നൽകുമാറാവട്ടെ. ഇനി ഒരു പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ശത്രുവായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആയത്ത് കുർസി ഓതുക എന്നുള്ളതാണ്. സൂറത്ത് ബഖറയിലെ 255 ആയത്താണ് ആയത്ത് കുർസി. സൂറത്തുൽ ബഖറയിലെ 255 ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി എന്ത് ചെയ്യുക, പതിവായിട്ട് ഓതുക. പിന്നെ അതുപോലെ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നുള്ളത് എന്ത് ചെയ്യുക, ആവർത്തിച്ച് ഓതുക. ഇതൊക്കെയാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദീനിന്റെ ശത്രുക്കളുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ശത്രുക്കളുണ്ട്, നമ്മുടെ സമ്പത്തിന്റെ ശത്രുക്കളുണ്ട്, നമുക്ക് പൊതുവെ പല നിലക്കും ശത്രുക്കൾ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശർറിൽ നിന്നെല്ലാം നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ വന്നാൽ ഞാൻ ഇതിനും മറുപടി നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.